ഇന്ന് ലഞ്ചിന് ഞണ്ട് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ 2 സവാള നീളത്തിൽ അരിഞ്ഞ് ചേർക്കാം. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. വഴണ്ടി വരുമ്പോഴേക്ക് അതിലേക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനോടൊപ്പം തന്നെ നമുക്ക് 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ചേർത്ത് ഒരു സവാള ഒരു തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അത് യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് മസാലകൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ചേർക്കുന്നത്. ഇതിൽ മല്ലിപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും ടേബിൾ സ്പൂണാണ്, മല്ലിപ്പൊടി ടീസ്പൂണുമാണ്. ഈ ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോഴത്തേന് വലിയത് ഇപ്പോൾ കൈ കാണിക്കുന്ന സ്പൂണാണ്. അതായത് 3 ടീസ്പൂൺ ചേരുമ്പോഴാണ് 1 ടേബിൾ സ്പൂൺ ആകുന്നത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂണായിട്ട് ഇടാം, ഇല്ലെങ്കിൽ 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും മല്ലിപ്പൊടിയും ചേർക്കുക. ഇനി അത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ലാസ്റ്റായിട്ട് അതിലേക്ക് ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുക. അത് ഇതുപോലെ നന്നായിട്ട് ഗ്രേവി വഴണ്ട് വരണം. വഴറ്റിയെടുത്ത് ഗരം മസാലയും ചേർത്തിട്ട് നമുക്കിനി കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 300 ഗ്രാം ഞണ്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഞണ്ട് ചേർക്കാം. ഞണ്ട് ചേർക്കുമ്പോൾ കണ്ടോ, ഞണ്ടിൻ്റെ കളറിലൊരു ഒരു ലെഗിലൊക്കെ ഒരു ബ്ലാക്ക് കളറൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇത് വെന്ത് കഴിയുമ്പോഴത്തേന് വെന്ത് വരുമ്പോൾ അതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വരുവേ. ഇനി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത മസാലകൾ എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. ഞാൻ ഓൾമോസ്റ്റ് 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നമുക്കിനി ഇത് ക്ലോസ് ചെയ്ത് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് ആയപ്പോൾ ഇത് ഓപ്പൺ ചെയ്തപ്പോഴത്തേന് ഞണ്ട് ഓൾമോസ്റ്റ് വെന്തൊക്കെ വന്നിട്ടുണ്ട്. കണ്ട അതിൻ്റെ കളർ ചേഞ്ച്, നേരത്തെ ബ്ലാക്ക് കളറായിരുന്നതൊക്കെ ഇപ്പോൾ ഒരു പിങ്ക് കളറിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു 10 മിനിറ്റ് കൂടി ഇത് ഓപ്പൺ ചെയ്തിട്ട് വേവിക്കുവാണ്. അപ്പോൾ ടോട്ടൽ ഒരു 25 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് റോസ്റ്റ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഫൈനലായിട്ട് ഞാൻ 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെപ്പർ പൗഡറും ചേർത്ത് ഒരു നാരങ്ങയുടെ പകുതി ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ട്, ഇനി ഉപ്പ് വല്ലതും വേണമെങ്കിൽ അതും കൂടി നോക്കി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നോക്കൂ, നല്ല അടിപൊളിയായിട്ട് റോസ്റ്റ് വന്നിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ഞാൻ ഇതെല്ലാം ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിന് മുന്നേ കുറച്ച് കറിവേപ്പില കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ 300 ഗ്രാം ഞണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 300 ഗ്രാം ഞണ്ട് റോസ്റ്റ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ. പിന്നെ ഞാൻ വെജിറ്റബിളായിട്ട് ഇന്ന് ചെയ്യുന്നത് ചീരത്തോരനാണ്. അപ്പോൾ ചീര കഴുകി റെഡിയാക്കി കൊണ്ടുവന്ന് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല, കാരണം ഞാൻ ആ മെനു ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നതെന്നുള്ള ലഞ്ചിൻ്റെ. ഓക്കെ, അപ്പോൾ ചീര ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കത് പാനിലേക്കിട്ട് കടുക് വറുത്തതിന് ശേഷം ചീര ഇട്ട് കൊടുത്തൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ക്ലോസ് ചെയ്താൽ മതിയായിരിക്കും. പെട്ടെന്ന് തന്നെ, ലീഫല്ലേ, പെട്ടെന്ന് അത് വെന്ത് കിട്ടും. വെന്ത് കഴിയുമ്പോഴത്തേന് അതിലേക്ക് നമുക്ക് കോക്കനട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടതിന് ശേഷം അത് ഓപ്പൺ ചെയ്ത് വെച്ച് വഴറ്റിയെടുത്താൽ മതി, ക്ലോസ് ചെയ്യേണ്ട. തേങ്ങയുടെ പച്ചച്ചുവ മാറുന്നത് വരെ അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് വഴറ്റിയെടുക്കുക. കുറച്ച് സമയം ഒന്ന് വഴറ്റിയാൽ മതിയായിരിക്കും. ചീരത്തോരൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അത് ഓപ്പൺ ചെയ്ത് തന്നെ ഇരിക്കട്ടെ കുറച്ച് നേരം. അത് കഴിഞ്ഞ് ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ ഇന്ന് ഞാൻ ചാറിനായിട്ടുണ്ടാക്കുന്നത് മോര് കാച്ചിയതാണ്. മോര് കാച്ചാനായിട്ട് കുറച്ച് തേങ്ങ, അതിലേക്ക് ഒരല്ലി വെളുത്തുള്ളിയും 2 ചുവന്നുള്ളിയും ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് അത് ഒരു പാനിലിട്ട് നന്നായിട്ട് പച്ചച്ചുവയൊക്കെ മാറുമ്പോഴത്തേന് തൈര് ഉടച്ചെടുത്ത് അതിലിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ കടുക് വറുത്തെടുക്കുക. അപ്പോൾ മോര് കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ മെനു ഞണ്ട് റോസ്റ്റ്, ചീരത്തോരൻ, മോര് കാച്ചിയത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക.